Right, church. Next, we have our lovely ladies, my dear sisters, who are going to be performing here. And the name says Heaven's Food Fiesta. I can tell you, I can vouch for it. These ladies can cook, and they cook amazing food. So let's see what they have in store for us. Go ahead, girls. പ്രൈസ് ദി ലോർഡ് ചർച്ച്. മാന്യ സഭാ സദസ്സിന് വന്ദനം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദ ഗ്രാൻഡ് ഫുഡ് ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളെക്കാൾ യോഗ്യരായി ഇത് പ്രസന്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെയായാലും തകർത്തേനെ. നിന്റെ സ്വഭാവം എല്ലാരെയും അറിയിക്കണോ മോളെ? ലീവ് ദ ക്യാരക്ടർ ആൻഡ് കം ടു ദ റിയാലിറ്റി. ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നാ മതിയോ? സ്വാഗതം ചെയ്യണ്ടേ നമുക്ക്? പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ് ഉണ്ടേ? ഓക്കെ, സ്വാഗതം ചെയ്യാം നമ്മുടെ 3 അമേസിംഗ് മാസ്റ്റർ ഷെഫ്സ് ആൻഡ് ദെയർ ടേസ്റ്റി കോർണേഴ്സ്. എല്ലാവരും ദൈവവചന എമ്മി ബൈറ്റ്സിന് റെഡി അല്ലേ? Please welcome our first contestant, our dearest, most sweet and calm Lizzie Amma. ഇതെന്താ, വല്ല ചെമ്പിലൊക്കെയാണോ കൊണ്ടുവരുന്നത്? വല്ല ദം ബിരിയാണി വല്ല ആണോ? ഇനി ദം ബിരിയാണി അത് പൊട്ടിക്കുമ്പോൾ ഇവിടെ സുഗന്ധം പരന്നോളും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്ന ജീവന്റെ അപ്പം. എന്റെ പൊന്നു മേരി ആന്റി, ഇത് വിൽപ്പനയ്ക്കൊന്നുമല്ല. ഇത് ദൈവനാമത്തിൽ സ്വീകരിക്കാനാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. ഈ അപ്പം കഴിക്കുന്നവർ ഒരു നാളും വിശന്നു പോകുകയില്ല. ഇത് കഴിച്ചാൽ പിന്നെ വിശക്കില്ലെന്നല്ലേ പറയുന്നേ? 8 ഇഡലിയും 1 ഏത്തക്ക പുഴുങ്ങിയതും 2 കോഴിമുട്ട കഴിച്ചാലും പുള്ളി പറയുന്നത് ടൈലോട് കഴിച്ച പോലെ ഉള്ളത്. എന്നാ പിന്നെ ഒരു 10-30 എന്താ ആക്കുന്നേ? ഈ ചെമ്പോടെ എടുത്തോ. എന്നാലും എന്റെ അച്ഛനും ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക് യു ലിസി മാമ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. Moving on, our second beautiful lady of the Thomas house, Mrs. Sheila Thomas. Welcome everyone. ഇന്നത്തെ എൻ്റെ ഐറ്റം ഓഫ് ദ ഷോ, ഐ മീൻ ദ സ്റ്റാർ ഓഫ് ദ ഷോ, മിക്സഡ് ഫ്രൂട്ട് പ്ലാറ്റർ. ഹലോ ജെസി സിസ്റ്റർ, സുഖം? എന്തുണ്ട് വിശേഷം? സിസ്റ്റർ, ഇത് നോക്ക്, ഇത് വെറും ഫ്രൂട്ട്സ് അല്ല, ഇതിനകത്ത് സ്നേഹം, ഐ മീൻ ലവ്, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, സമാധാനം, പരോപകാരം, പിന്നെ ഇന്ദ്രിയ ജയം, വിശ്വസ്തത, ഇതെല്ലാം അടങ്ങിയ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പ്ലാറ്റർ വിത്ത് ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ്. ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ്. നല്ല കളർഫുൾ ആണല്ലോ. ക്ഷമയുണ്ട് ഇതിനകത്ത്. എനിക്ക് ഒട്ടും ഇല്ലാത്തതും ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ് ക്ഷമ. പിന്നെന്താ, സിസ്റ്ററിന് ആവശ്യം പോലെ തരാലോ. അതെന്ത് പറ്റി സിസ്റ്ററിന് ക്ഷമ ഇത്രയധികം ആവശ്യം? ഷീല സിസ്റ്റർ ഇങ്ങനെ ചോദിച്ചാ മതി. എന്റെ വീട്ടിലെ കാര്യം അറിയാലോ. 3+1 4 തെറ്റിദ്ധരിക്കേണ്ട. 3 പിള്ളേരും വിദ്യാനും. മനസ്സിലായി. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വർഷങ്ങളാണ്. പക്ഷെ തെറ്റിദ്ധരിക്കേണ്ടെങ്കിൽ എന്റെ സ്കിൻ നോക്ക്, പ്രായം ഒട്ടുമേ ഇല്ല. സിസ്റ്റർ ഇപ്പോഴും വ്യങ്ങല്ലേ, കണ്ട പറയത്തേ ഇല്ല. അതെ, നമ്മുടെ സഹോദരിമാർ എന്നെ സന്തൂർ മമ്മീന്ന് വിളിക്കുന്നത്. ആരോട് പറയണ്ട എന്ന് നമ്മൾ പറഞ്ഞു വന്നേ ക്ഷമയുടെ കാര്യം. അതെ, അങ്ങനെ നേരം വെളുത്ത് സ്കൂളിൽ പോകാത്ത ഞാൻ 5 മണിക്ക് എണ്ണീറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, പാക്ക് ചെയ്യണം, ഡ്രസ് ഇടിയിപ്പിക്കണം, മുടി കെട്ടണം. ഒരു വിധം 3 അങ്ങ് ഇറക്കി വിടും. ദേ കിടക്കുന്നു അതിയാൻ. അരമണിക്കൂർ കഴിഞ്ഞ് പോണ്ട മനുഷ്യനാ. കഷ്ടമാണേ. ബെഡ് കോഫിയിലൊന്നും എണ്ണിക്കില്ല. അവസാനം ചൂടുവെള്ളം ചൂരിൽ ഞാൻ പ്രയോഗിക്കേണ്ട. എന്റെ പൊന്നെ ഒന്നും പറയട്ടെ. അങ്ങനെ 4 വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പം എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കാര്യം എന്റെ ഷീല സിസ്റ്ററെ. അതല്ല, ഞാൻ ഈ മലയാളാക്ഷരം കേട്ടിട്ടില്ലേ, ഇക്ഷ, ഇണ്ണ, ഇട്ട, ഇത്ത, ഇത് കഴിഞ്ഞ് പുതിയ ലിപി വരെ ഞാൻ കണ്ടുപിടിച്ച് കളയും. അതുപോലെ ആക്കി കളയും. എല്ലാം പോട്ടെ, ഇന്ന് ക്രിസ്മസ് പരിപാടിയല്ല. നേരത്തെ ഇറങ്ങണ്ട്. ഞാനും പിള്ളേരും കാറിലിരിക്കുക. വിദ്യാനം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്ത് പറയാൻ, സുഖജീവിതമല്ലേ. എന്റെ കർത്താവിനോട് എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. കർത്താവ് ഈ ലോകത്ത് പോരുന്നതിന് മുമ്പ് ഒരു ദിവസം
അധ്യാനെ പോലൊന്ന് ജീവിച്ച് മരിക്കണം. ഓക്കെ, എടുത്തോ എടുത്തോ, അരക്കിലല്ലേ, എല്ലാം ഇങ്ങ് പോരട്ടെ. ഓ, ഇതൊക്കെയാണോ സിസ്റ്ററുടെ അവസ്ഥ? വികാരപരിധി ആവാതെ സിസ്റ്റർ, കാം ഡൗൺ. ഇതാ, ഇത് ക്ഷമ, ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ഫ്രീ സപ്ലൈ ആണ്. സിസ്റ്റർ ഇത് മുഴുവൻ എടുത്തോ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും. ഓ, ഫ്രീ സപ്ലൈ, ഇത് ഫുൾ എടുത്തോളാം. എനിക്ക് ഇപ്പൊ ഒന്ന് ആശ്വാസം വന്നു. താങ്ക് യു ഷീല സിസ്റ്റർ. താങ്ക്സ് എവരിവൺ. വെൽ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റാളും കാലി. ഗീവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. മൂവിംഗ് ഓൺ ടു എവ്രിവൺസ് ഫേവറേറ്റ് Annamma sister with mouth-watering Galilee fish fry. Hi everyone. ഫിഷ് ഫ്രൈ കുറച്ച് വാങ്ങിച്ചു വെച്ചാലോ? ഊട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോവാം. അത് സ്മെല്ലി ആയിരിക്കുമോ? കണ്ടിട്ട് മത്തി ഫ്രൈ ആവും. ചോദിച്ചു നോക്കാം. ഹായ് അനു. ഹായ് ഏഞ്ചൽ. ആ, അമേരിക്കയിലൊക്കെ പോയിട്ട് എന്നാ എത്തിയേ? ഇന്നലെ എത്തിയതേ ഉള്ളൂ. അനു, ഇത് ഇൻസ്റ്റാഗ്രാം വൈറൽ ഫിഷ് ഫ്രൈ ആണോ? അയ്യോ, ഇത് ഗലീലി ഫിഷ് ഫ്രൈ. യു സി, ഞങ്ങൾക്ക് ബ്രാൻഡ് നെയിം മസ്റ്റാണ്. ഓ, ഗലീലി ഫിഷ് ഫ്രൈ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ഏഞ്ചൽ, കർത്താവ് 5000 പേർക്ക് 2 മീൻ കൊണ്ട് വിരുന്ന് കഴിച്ച അത്ഭുതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ. അപ്പൊ ഇത് ഷെയർ ചെയ്താൽ പോരെ? നെവർ എൻഡിങ് പ്രോസസ് ആണല്ലോ. വെരി കറക്റ്റ്. എന്നാൽ കുറച്ച് എടുക്കട്ടെ? അനു, ഇത് എൻ്റെ വീട്ടിലൊരു മോനുണ്ട്, അവൻ ഈ ഫിഷ് ഫ്രൈ ഒറ്റ അടിക്ക് തീർക്കും. അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ വാങ്ങിച്ചോട്ടെ, കുറച്ചൊന്നും പോരാ. എന്നാൽ ഫുൾ എടുത്തോ, ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ ഈ ട്രാൻസ്ഫർ ചെയ്യാം. ഓ, അത് മതി. താങ്ക് യു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവവചന ഭക്ഷണം എല്ലാം നമ്മെ ഒരേ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവാണ് നമ്മുടെ യഥാർത്ഥ ആഹാരം. കർത്താവ് നമ്മോട് പറയുന്നു, അവൻ തന്നെയാണ് ജീവൻ്റെ അപ്പം, നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന ഏക സത്യഭക്ഷണം. ദിവസേന നമ്മിൽ ആത്മാവിൻ്റെ ഫലം വളരാൻ കർത്താവ് വിളിക്കുകയാണ്. ഗലീല കരയിൽ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ വിശ്വാസത്തോടും അവനെ പിന്തുടരാൻ ഇനിയും നമ്മെ വിളിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൽ നടക്കാൻ തയ്യാറായ ഹൃദയവുമായി ആത്മാവിൻ്റെ ശക്തരായി നമുക്കിവിടെ നിന്ന് മടങ്ങാം.
Wow, that was so nice to hear on my ears. Church, was that good? Wow. Can I have a big round of applause for our lovely ladies?